ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫുൾ ഡയമണ്ട് ആർമറായിട്ട് അയൺ ഫാം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു. ഡാമേജ് കിട്ടൂലേ? അപ്പോൾ നമ്മൾ വില്ലേജസിനൊക്കെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു അയൺ ഫാം ഉണ്ടാക്കണമെങ്കിൽ ബ്രീഡർ ഉണ്ടാക്കണം. ബ്രീഡർ ഉണ്ടാക്കാൻ നമുക്ക് ഒരു ഈസി വഴിയുണ്ട്. സീഡ് ഇവിടെ ഉണ്ടല്ലോ, ഡിസ്പോണായോ 4 സീഡ് കയ്യിലുണ്ട്. കുറച്ച് വീറ്റ് സീഡ്സ് ഒപ്പിക്കണം. നമുക്ക് ആദ്യം ഇവറ്റങ്ങളാ ഇവിടെ ഇൻഫിനിറ്റ് വാട്ടർ 1 2 3 4 ഓക്കെ, ഇത്ര മതി. എന്നിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ച് വെക്കാം. അയ്യോ, നമുക്ക് ഇവിടം വരെ ഷവല് ഒരു അയൺ ഷവൽ ഉണ്ടാക്കാം. നമുക്ക് സ്റ്റിക്ക് കയ്യിലുണ്ടോ? ഇല്ല, കൃത്യം 2 സ്റ്റിക്കൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ജസ്റ്റ് വർക്ക് അതല്ല. ഡയമണ്ട് ഇത് വിക്കേക്സ് മതി. ഇതിടൊക്കെ ഇതുള്ളോട്ടിടുക. ഇതും പോട്ടെ. ഷീൽഡ് കയ്യിൽ വേണം. വാട്ടർ ബക്കറ്റ്, ഗോൾസാണ്. ഇത് പോട്ടെ. സീഡിയം ഫുഡ് മൊത്തം കയ്യിൽ നോട്ടെ. ഡേർട്ട് പോട്ടെ. ഇത് അയണ് കോള് വേണ്ട. ടോർച്ച് ഉണ്ടാക്കണം. നമുക്ക് ഇത് പൊട്ടണേ. 4 സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് അയൺ ഷവൽ നമുക്ക് ഗൈസ് ഇതൊന്നും ഇവിടെ ക്ലിയർ അപ്പ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫുൾ ക്ലിയർ ചെയ്തു. അപ്പോൾ ഗൈസ് നമുക്ക് എന്താ പറയുക, ഇത്രയും ഭാഗം ഡേർട്ടൊക്കെ വെച്ച് ഇത്രയും ഭാഗം ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരു ചെറിയൊരു അടി നടന്നു. ഈ അടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാഞ്ഞത്. അത് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും സമയം വെറുതെ ഷൂട്ട് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ വെറുതെ പോകും. അപ്പോൾ ഇത്രയും ഭാഗം ചെയ്ത് ഇത്രയും ഭാഗം ക്ലിയർ അപ്പ് ചെയ്ത് ഇതൊക്കെ ചെയ്ത് ഇനി നമുക്ക് സീഡ് വെക്കണം. സീഡേ സീഡ് വെക്കട്ടെ. സ്റ്റാക്ക് മതിയാന്ന് തോന്നുന്നില്ല. ഗൈസ്, ഒരു സ്റ്റാക്ക് മതിയായില്ല. ഞാൻ ഇത്രയും ഇതാക്കി. ഇനി നമുക്ക് ചെസ്റ്റിൽ എന്താ വെച്ചിരുന്നു? 4 സീഡ് ഉണ്ട്. മെല്ലെ വില്ലേജസിന് ഇതിനകത്ത് കയറ്റണം. അത് കയറ്റാനാ പണി. കമ്പോസ്റ്റർ ഉണ്ടാക്കുക എങ്ങനെയാ? ഒരു കമ്പോസ്റ്റർ
സ്ലാബ്സ് വെക്കണം. നമ്മുടെ അടുത്ത് വുഡുണ്ടോ? അപ്പോൾ നമുക്ക് പോയി കുറച്ച് വുഡ് ഇല്ലേ നടക്കണ്ട, അപ്പുറത്തായിട്ട് ഉണ്ടോ പോയാൽ ഇവിടെ എന്തൊരു വാട്ടർ എന്തെങ്കിലും കട്ട് അവിടെയൊക്കെയുണ്ട് കുറേ വിചാരിച്ച് കൊക്കയിലൊക്കെ നമുക്ക് ഞാൻ കീപ്പ് ഇൻവെൻട്രി കോർഡിനേറ്റ്സ് എല്ലാം ഓണാക്കിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് കീപ്പ് ഇൻവെൻട്രി ഒക്കെ ഓണാക്കിയിട്ട്. ഒരു 2 കമ്പോസ്റ്റർ മതി, 2 മതി. മതിയോ? കുറച്ചുകൂടി കൈ കരുതാം. ഫാക്ടറി കുറച്ച് റഫായിട്ട് ആടെ പോകുന്ന എല്ലാം വെക്കാം. അതാകുമ്പോൾ ഓക്കെ 21 മതി, ധാരാളം. 2 ഞാൻ വേഗം നടത്തിയിട്ട് കാണാം ഗൈസ്. വുഡ് കളക്ട് ചെയ്ത് വരുമ്പോൾ ഞാൻ ക്ലച്ച് ചെയ്യാൻ നോക്കിയാൽ എനിക്കൊരു 4 സീഡൂടി കിട്ടി. അപ്പോൾ അത് പ്ലാന്റ് മതിയാവും നോക്കട്ടെ. 1 2 3 4 കള്ളക്കോയി. കോഴി ഒരു മാജിക് കാണിച്ചു തരാം. ഈ കോഴി ഇതാ ഇപ്പം ഇവിടെ ഉണ്ടല്ലേ. കോഴീനെ കാണാണ്ടായപ്പോൾ ഗൈസ് എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇത് ഫുള്ള് ഇതാക്കിയിട്ട് കുറച്ച് സ്ലാബാക്കിയിട്ട് സ്ലാബാക്കണമെങ്കിൽ 12 എണ്ണം മതി. കമ്പോസ്റ്റർ 1 കുറച്ചുകൂടി സ്ലാബ് വേണം. കുറച്ചുകൂടി സ്ലാബാക്കുക. ഈ കമ്പോസ്റ്റർ ഉണ്ടാക്കുക. കമ്പോസ്റ്റർ എടുത്ത് പിടിക്കുക. ഒന്ന് വാങ്ങിക്കുക. വെള്ളം ഒഴിക്കുക. കൈ വെക്കുക. ഇതിവിടെ വെക്കുക. ഇതെന്താ അവസ്ഥ? ഒന്നുകൂടെ മൂടി വെക്ക്. കമ്പോസ്റ്ററിൻ്റെ അടിയിലോ 2 ബ്ലോക്ക് ഒട്ടിക്കുക. ഇത് വാട്ടറിലേക്ക് ബ്ലോക്ക് വെക്കുക. വെള്ളം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓഹോ ജസ്റ്റ് മിസ് ചെയ്തു. വെള്ളം ഉണ്ടാവുന്നില്ലെന്ന് പൊട്ടിച്ചോക്കാം. ബ്ലോക്ക് വെള്ളമുണ്ട്. പൊട്ടൻ വെറുതെ വേണ്ടാതെ പണിക്കുന്നു. മര്യാദയ്ക്ക് എൻ്റെ കയ്യിൽ വെള്ളം ഉണ്ടല്ലേ, ഇതെടുക്കുക. അവിടുന്ന് വെള്ളമുണ്ട്. വെള്ളമില്ല, ഇതൊക്കെ എല്ലാം ഡ്രൈ ആവും. അത് കുഴപ്പമില്ല. നമുക്കത് ഇതിവിടെ ഒന്ന് ചെയ്യണം. ഈ വെള്ളം കൈ കരുതുക. എന്താ പറയുക, ഇത് പൊട്ടിക്കുക. എന്നിട്ട് ഇവിടെ വെക്കുക. കമ്പോസ്റ്റർ വെക്കുക. ഇവിടെ നോട്ടിക്കണം. ഇത് നോട്ടിക്കുക. വെള്ളം ഒഴിക്കുക. ഇത് വെക്കുക. ചാടിയിട്ട് ഇത് വെക്കുക. ഒരാൾ ജോബ് സ്വീകരിച്ചു. പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് കവർ ചെയ്യണം.
ഗൈസ് ഒരു വില്ലേജർ ഓട്ടോമാറ്റിക് എന്താ പറയുക നമ്മളെ വലയിലൊന്ന് കുടുങ്ങിയിട്ടുണ്ട്. ഇനി ഒരുത്തന്നെയും കൂടി നീൻ്റെ അകത്തേക്ക് ആക്കണം. ബോട്ട് പൊട്ടിച്ചിട്ട് വില്ലേജറും കൂടി ലൈബ്രറിയനും കൂടി ബോട്ടുകറി കരി എങ്ങോട്ടാ മോയെ? എൻ്റെ വീട്ടുകാരൻ കാണുന്ന ആൾക്കാരേക്ക് ഒരു വീട് ഇവിടെ ഒരു ബെഡ് 2 ബെഡ് അടുത്ത് നോക്കാം. സുഖമായി. അപ്പോൾ നമുക്ക് കാലത്തിൽ കിടന്ന് ഉറങ്ങാം. നമ്മൾ ഇത് പൊട്ടിച്ച് റീസ്പോൺ പോയിന്റ് ഒന്ന് നമ്മൾ മറ്റേ ബെഡിലേക്ക് മാറ്റണം. ഗൈസ് ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കി ഫാർമായിട്ട് നശിപ്പിച്ച കള്ളക്കാവ. ഇനി കള്ള സ്പൈഡർ നോക്കൂല, വെട്ടിയും കൊന്നാളി. നമുക്കെന്താ പറയുക, ഇവിടെ ഒന്ന് പൊക്കണം. ഇവിടെ വെച്ച് ഇനി ഒന്ന് നമ്മൾ ഇങ്ങനെ ചെയ്യൂ ദേവതമാരെ. ഇങ്ങനെ ബലവീർ കയറി എൻ്റെ അകത്തുള്ള എൻ്റെ സാധനമൊക്കെ മാറ്റണം. വാട്ടർ ബക്കറ്റിൽ വെച്ച് അതെൻ്റെ മോനെ എൻ്റെ ഫാമും എല്ലാം കൂടി കൊളകളാണ്. നമുക്ക് വേണ്ടത് എന്തെന്ന് നിങ്ങൾക്ക് വേണ്ടത് എന്തെന്ന് അതൊക്കെ നൽകൂല ഞാൻ. ഈ സിൽവർ സ്റ്റോൺ. അപ്പം എൻ്റെ ഒറിജിനൽ പേര് ഞാൻ പറഞ്ഞു. ഗൈസ് അപ്പോൾ നമ്മളിതാ ഇതൊക്കെ ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സൗണ്ട് ഒന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ കസിനല്ല എൻ്റെ ഇളയച്ചൻ്റെ വീട്ടിലുള്ളത്. അതാണ് കയ്യിലൂടെ കയറാനുള്ള വഴിയൊക്കെ ഉണ്ട്. പണ്ടാര ഇനി നമുക്ക് ഈ ബെഡ് പൊട്ടിച്ചെടുക്കണം. ചെസ്റ്റ് പൊട്ടിച്ചെടുക്കണം. എൻ്റെ അമ്മ നമുക്ക് ആദ്യം വേറെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം. നമുക്ക് ചെറിയൊരു കുഞ്ഞ് ബേസ്
തൽക്കാലത്തേക്ക് ഒരു കുഞ്ഞ് പീസ് സെറ്റപ്പ് ആക്കണം. പിന്നെ അത് വലിയ വലുതാക്കാം. തൽക്കാലത്തേക്ക് നമ്മളെ ബെഡ് ഇവിടെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ, നമുക്ക് 2 ചെസ്റ്റ് ഉണ്ടാക്കിയേക്കാം. ചെറിയ ചെസ്റ്റ്. വാട്ടെ ബുദ്ധിമാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ എല്ലായിടത്തും ഇതിൻ്റെ അത് പറ്റി കേക്ക് വെക്കുക. ഫുഡല്ലേ വാക്സ് വേണ്ട, അല്ലാണ്ട് ഞാനങ്ങനെ കുട്ടിച്ചിട്ടുള്ള എന്ത് ബുദ്ധിമാനാണ് നോക്കണേ. നമുക്കിതൊക്കെ മെല്ലെ അങ്ങോട്ട് മാറ്റാം. ഇതിനകത്തൊന്നുമില്ല, രക്ഷപ്പെട്ടു. ചെസ്റ്റില്ല മൊത്തമുള്ള ഭഗവാനെ. എൻ്റെ അനിയത്തി പഠിക്കുന്നതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇപ്പോൾ നമ്മളെല്ലാ സാധനവും മാറ്റിയിട്ടുണ്ട്. നമുക്ക് നമ്മളെ കുഞ്ഞ് ഹോമിലേക്ക്, അപ്പോൾ നമ്മൾ ചെസ്റ്റിലേക്കെല്ലാം മാറ്റാൻ പോവാണ്. എല്ലാം പോട്ടെ ഫുള്ളാർ. നമുക്കിപ്പോൾ തന്നെ എൻഡ് നോക്കാം. ഇപ്പം തന്നെ എന്താ നെതറിലേക്ക് പോകണം. ഇതൊരു ചെസ്റ്റേ ഉള്ളൂ. എന്തൊരു കഷ്ടമാണ്. ഇതിങ്ങനെ മാറി കളിച്ചോ കണക്ക്. ഓക്കെ, വാല്യുബിളായിട്ടുള്ള എല്ലാ തിങ്സ്, കോള്, സിരിയൻ ആർമർ, ടൂൾസ് എല്ലാം അതിൻ്റെ അകത്തേക്ക് പോട്ടെ. ഫുഡ് അതിൻ്റെ അകത്തേക്ക് പോവാം. റോട്ടൺ ഫ്ലഷ് ഫുഡായിട്ടും കൂട്ടാമല്ലോ, നമുക്കത് പിന്നെ എടുത്ത് കളയാം. സീഡും ബ്ലോക്സും എല്ലാം ഇതിൻ്റെ അകത്ത് കിടക്കട്ടെ. ടൂൾസ്, ഒബ്സീഡിയൻ, കോള്, ഷീൽഡ് ഒന്നുമില്ല. ഇതെല്ലാം തിരിച്ചിൻ്റെ അതേ കിടുകിടുകിടുകിടുകൊണ്ട് കയറ്റണം. നെതറിലേക്ക് പോകണം. നമുക്ക് നെതർ പോർട്ടൽ സെറ്റാക്കിയിട്ട് വേണം. നെതറിൽ എന്തിനല്ലേ വാട്ടർ ബക്കറ്റ്. ഗൈസ്, നമുക്ക് ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കണം. നമ്മൾ ഡയമണ്ട് എടുക്കട്ടെ. ഡയമണ്ട് 3 മതി. സ്റ്റിക്സ് ഉണ്ടാക്കാൻ അത് സ്റ്റിക്സ് ആക്കുക. ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കുക.
ഒബ്സീഡിയൻ എടുത്തിട്ടുണ്ടോ? ഒബ്സീഡിയൻ ഈ ഫുഡ് അതിലേക്ക് പോകുമ്പോൾ വേണ്ട എല്ലാ സാധനവും എടുത്ത് കൈ പിടിക്കണം. പിന്നെ ബ്രെഡ് ഇതൊക്കെ പോട്ട്, പിക്കാക്സ്, 2 സോഡും കൈ പിടിക്കാം. ഈ പിക്കാക്സും മതി. എനിക്ക് കുറച്ച് അത്രേ റീസ്പോൺ പണി സെറ്റിലേക്ക് നമുക്ക് 5 പോരാ. നമുക്ക് ഫുഡില്ലാണ്ട് ഞാൻ എങ്ങനെ ഓടാനല്ലേ. ഫുൾ ഹെൽത്ത്. സോഡും കൈ പിടിച്ച് മണ്ട. നമ്മൾ പോർട്ടിൽ ഞാൻ എന്തിനാ ദൂരെ പോകുന്നത്? 2 ബ്ലാക്ക് സ്മിത്ത് ഇല്ലേ? 2 4 4 5 9 എണ്ണയില്ലേ? സുഖമല്ലേ നമുക്ക്? ഇവിടെ തന്നെ പോർട്ടലുണ്ടാക്കാൻ സുഖമല്ലേ? വീട്ടിൻ്റെ മുന്നിൽ തന്നെ അല്ല, വീടല്ല, കുഞ്ഞു സ്ഥലത്ത് മുന്നിൽ തന്നെ. നമുക്ക് ഒരു 4 ദിവസം പിടിക്കുക. എന്താ പറയുക, ഒബ്സീഡിയൻ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേട്ട് ചവിട്ടലയും വരച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് കൃത്യം ഓർമ്മയൊന്നുമില്ല എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കേണ്ടത്. എൻ്റെ വാട്ടർ ബക്കറ്റ് അവിടെ. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഒഴിക്കുമ്പോൾ തീരെ വെള്ളം വരും, അന്നേരം സ്പ്രെഡാവില്ലേ. അല്ലാത്തവരും ഒഴിക്കുമ്പോൾ മറ്റേ സ്പ്രെഡായി കണ്ടാൽ ഇതൊന്ന് കയറി വന്നെങ്കിൽ ബ്രീഡർ സെറ്റപ്പ് ഞാൻ പോയി വന്നിട്ട് ബ്രീഡർ സെറ്റപ്പ് ഉണ്ടാക്കാം. പിന്നെ ബ്ലാക്ക് സ്മിത്ത് ഇവിടെ അതവിടെ തന്നെ. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. എത്ര ഓടണാവോ? എന്താ നമ്മളെ ആർമറിൻ്റെ ആളുണ്ടോ? ഇപ്പം എന്താ അതിൻ്റെ ഉള്ളിൽ? ഇവിടെ എത്ര അടിപൊളി വേണ്ടി ഷാഡും കൂടെ കുറച്ച് നടക്കണം. മറ്റേ ഏരിയ അപ്പുറത്തേക്കല്ലേ നമ്മൾ ഈ നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. നെതർ പോർട്ടൽ ഉണ്ടാക്കുന്നതിനാണ് ഇന്നത്തെ വീഡിയോ ഗൈസ്. നമുക്ക് വേഗം നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. എപ്പോഴും ഞാനൊരു വില്ലേജറിന് അടിക്കും, അത് ഈ വില്ലേജറിനൊന്ന് വായിക്കാം. ഓടിക്കും. എന്തൊരു കഷ്ടം നോക്കും, എന്തൊരു അവസ്ഥ. അത് ഈ ഫുഡ് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കണം. വേണ്ട, ഫുള്ള് ഫുഡാണ്. വേണ്ടാത്ത പണിക്കുന്ന വില്ലേജ് ഒട്ടും കത്തിക്കണ്ട. ബ്രീഡർ കൂടി സെറ്റപ്പ് ആക്കിയിട്ടില്ല.
ഒറ്റൊന്നുകൂടി പോരെ മതിയോ? ഇതുവരെ ഞാൻ എൻ്റെ ഇതുവരെ യൂട്യൂബിലിരുന്ന വീഡിയോ ഇതുവരെ ക്രിയേറ്റീവിൽ കയറില്ല. വീഡിയോൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റീവിൽ കയറും. അടുത്ത സ്പീഡ് കിട്ടും. Let's mine this obsidian. വേഗം കാണുന്നുണ്ടല്ലോ. ഫസ്റ്റ് ഒബ്സിഡിയൻ നമുക്ക് വേഗം മൈൻ ചെയ്തിട്ട് ഒരു ബോട്ടിൽ ഉണ്ടാക്കാം. എന്നതിലേക്ക് പോകാൻ പോവാ. വെള്ളത്തിൽ വെച്ച് മൈൻ ചെയ്യണം. എത്ര പൊട്ടിയെന്ന് അറിയാൻ പറ്റും. ഒരു എന്താ പറയുക, ഞാൻ മുഞ്ചിപ്പോയുള്ള അവസ്ഥ പള്ളിച്ചോക്ക്. നാളെ മതിയാൻ വിചാരിക്കുന്നു. നാളെ മതിയോ? രണ്ടെണ്ണം മതിയോ? എനിക്ക് തോന്നിക്കിങ്ങനെ നടക്കുന്നു. അയ്യോ ഒരു ഒബ്സിഡിയനും കൂടി വേണേ. മൈനിങ് ഒബ്സിഡിയൻ. ഫുള്ള് റെഡ് ആർമറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ എനിക്കൊരു ഒബ്സിഡിയനും കൂടി വേണേ. ഒന്നുകൂടി വേണമെങ്കിൽ ഒറ്റൊന്നുകൂടി. അയ്യോ നമുക്ക് കേവിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയുക, ഒബ്സിഡിയൻ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നത്തേക്ക് ഞാൻ ഓഫ് ക്യാമറയിൽ എന്തായാലും ഒരു കുറച്ചുകൂടി ഒബ്സിഡിയൻ കണ്ടുപിടിച്ചിട്ട് നെതർ പോർട്ടിൽ ഉണ്ടാക്കിയിട്ടായിരിക്കും അടുത്ത വീഡിയോ ചിലപ്പോൾ എടുക്കുക, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലേക്ക് ഇതാക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ